ഇന്നത്തെ കാലത്തിൽ ഒരുപാട് സ്ത്രീകൾ എന്ന് പറയുമ്പം മാസമുറ എത്തി നിൽക്കുന്ന ആദ്യമായിട്ട് വരുന്ന കുട്ടികളിലടക്കം 15-16 വയസ്സായിട്ടുള്ള കുട്ടികളിലൊക്കെ കാണുന്ന പ്രശ്നമാണ് മാസമുറ തെറ്റി വരിക, 2-3 മാസം കൂടുമ്പം വരിക, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വയറുവേദന ഉണ്ടാവുക, വെള്ളപ്പോക്ക് ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ. അതിനൊക്കെയുള്ള ഒരു സഹായിയായിട്ട് ഒരു കമ്പാനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിത്ര സഹായി, സ്ത്രീക്കുള്ള ഒരു സഹായിയാണ് നമ്മളുടെ വുമൺ കമ്പാനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിലൂടെ വരുന്നത്. അപ്പം ഈ ഒരു മാസമുറ സമയത്ത് സ്ത്രീകൾക്ക് വളരെ മാനസികമായിട്ടുള്ള ടെൻഷൻ അവർക്ക് അധികമായിരിക്കും. പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മാസമുറ വരുന്നതിന് ഒരാഴ്ച മുമ്പ് സ്ത്രീകളിൽ ഇപ്പം ഇവിടെ നിന്ന് വന്നിരിക്കുന്നവരുടെ ഭാര്യമാർക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന നമുക്ക് അറിയാൻ പറ്റുന്ന പ്രശ്നമാണ് പീരീഡ്സ് വരുന്നതിന് മുൻപ് ഒരാഴ്ചയൊക്കെ ആയിട്ട് ഭയങ്കര ദേഷ്യം ഉണ്ടാവുക. അതൊക്കെയാണ് പെരി മെൻസ്ട്രൽ സിംറ്റംസ് എന്ന് പറയുന്നത്, മെൻസസിന് മുൻപ് വരുന്ന സിംറ്റംസ്. അത്തരത്തിലുള്ളതിലൊക്കെ നമുക്ക് നമ്മളുടെ വുമൺ കമ്പാനിയൻ വളരെ ഫലപ്രദമായിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേദനയ്ക്കും മെൻസസ് വരുന്ന സമയത്ത് വരുന്നതിന് മുൻപ് 2 ദിവസം മുൻപ് അമിതമായിട്ടുള്ള വയറുവേദന വരിക, അതിനൊക്കെ നമ്മൾക്ക് നമ്മളുടെ വുമൺ കമ്പാനിയൻ നൽകാവുന്നതാണ്. അപ്പൊ ഈ വുമൺ കമ്പാനിയനിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഇതിൽ ചേർന്നിട്ടുള്ളതാണ് അശോകം എന്ന് പറഞ്ഞിട്ടുള്ളത്. അശോകം അത് യൂട്രസിലൊക്കെ വളരെ നല്ല എഫക്റ്റ് ഉള്ളതാണ്. ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായിട്ട് സ്ത്രീരോഗങ്ങളിൽ ഉപയോഗിച്ച് പോരുന്നതായിട്ടുള്ള ഒരു സസ്യമാണ്, ഔഷധമാണ് അശോകം എന്ന് പറയുന്നത്. പിന്നീട് ഇതിൽ മഞ്ചട്ടി ചേർന്നിട്ടുണ്ട്, രക്തവർദ്ധകമായിട്ടുള്ളതാണ്. നമ്മളുടെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സിൽ മൂഡ് ഹീലിങ്ങിലൊക്കെ മഞ്ചിഷ്ട ചേർന്നിട്ടുണ്ടായിരുന്നു. ആ മഞ്ചിഷ്ട ഇതിൽ ചേർന്നിട്ടുണ്ട്. പിന്നീട് ഞെരിഞ്ഞിൽ ഇതിൽ ചേർന്നിട്ടുണ്ട്. ഇരട്ടി മധുരം, ആന്റി ബാക്ടീരിയൽ കർമ്മവും ഒക്കെയുള്ള ഇരട്ടി മധുരം ഇതിൽ ചേർന്നിട്ടുണ്ട്. തഴുതാമ ഇതിൽ ചേർന്നിട്ടുണ്ട്. ആ ഒരു മാലിന്യത്തെ ഒന്നുകൂടി ഒന്ന് നീക്കം ചെയ്യുന്നതിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർന്നിട്ടുണ്ട്. മരമഞ്ഞൾ ഇതിൽ ചേർന്നിട്ടുണ്ട്, ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങൾ. കാരണം ആ ഒരു സമയത്ത് പ്രോണാണ്, അതായത് ആ ഒരു സ്ത്രീ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെ കണ്ടുകൊണ്ട് നമ്മളുടെ ഒരു വുമൺ കമ്പാനിയനിൽ ദാരുഹരിദ്ര അല്ലെങ്കിൽ മരമഞ്ഞൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരുപാട് ഹോർമോൺസ് ഉണ്ട്, പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ, അങ്ങനെ ഒരുപാട് ഹോർമോൺസിലൂടെ ഈ മാസമുറയെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ബ്രെയിനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്രെയിനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആ ബ്രെയിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിനെ ഒന്ന് സഹായിക്കാനായിട്ട് 2 എണ്ണമാണ് നമ്മൾ ഇതുവരെ എല്ലാ പ്രൊഡക്ട്സിലും കണ്ടിരുന്നു. നമ്മള് തൈ ഹെൽത്തിലൊക്കെ ഞാൻ മണ്ടൂക പറഞ്ഞ് ചേർന്നിട്ടുണ്ടാവും ബ്രെയിനിന്റെ ഒരു സ്റ്റിമുലേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നമ്മളുടെ 2 ബ്രെയിൻ സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ബ്രഹ്മിയും അതുപോലെ തന്നെ ശംഖുപുഷ്പിയാണ്. അശ്വഗന്ധയ്ക്കും അമുക്കുരുവിനും ബ്രെയിനിൽ ഒരു ആക്ഷന് ഉള്ളതാണ്. പിന്നെ ശ്വേതമുസലി എന്ന് പറഞ്ഞിട്ടുള്ളത് വെള്ളപ്പോക്കിലൊക്കെ വളരെ ഫലപ്രദമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സസ്യമാണ് ശ്വേതമുസലി. അതും നമ്മളുടെ ഇതിൽ വുമൺ കമ്പാനിയനിൽ ചേർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് 1 to 2 ടേബിൾ സ്പൂൺ വീതം ഈ പീരീഡ്സ് വരുന്നതിന് മുൻപ് ആ ആൾക്ക് കഴിക്കാനായിട്ട് സ്ത്രീക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. അതുപോലെ വെള്ളപ്പോക്കിൽ നിർദ്ദേശിക്കാവുന്നതാണ്. പീരീഡ്സിന്റെ സമയത്ത് നിർത്തിയിട്ട് ആ 7 ദിവസം നിർത്തിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ പീരീഡ്സിന്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സൈക്കിള് റെഗുലർ ആയതുകൊണ്ട് കാര്യമില്ല. കൃത്യമായിട്ട് 6 മാസത്തേക്കൊക്കെ കൃത്യമായിട്ട് മരുന്ന് കൊടുത്ത് അത് നേരെയാക്കി വന്നാലേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ അതും ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് 6 മാസക്കാലത്തേക്ക് അവനോട് അത് കഴിക്കാനായിട്ട് നിർദ്ദേശിക്കേണ്ടതാണ്. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പ്രശ്നമുണ്ടാകുന്ന രോഗത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. വുമൺ കമ്പാനിയൻ കൊടുത്തത് കൊണ്ട് അതിൽ കാര്യം അത്ര കണ്ട് ഫലപ്രദം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അതിനായിട്ട് അതായത് ഞാൻ ഏറ്റവും അധികം സ്ത്രീകൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ തന്നെ വന്നിട്ട്, അതായത് മാസമുറ വന്നിട്ടുള്ള 1-2 വർഷം കഴിയുമ്പോൾ തൊട്ട് പീരീഡ്സ് ഇറഗുലർ ആയിട്ട് വരുന്ന കുട്ടികൾ, 2, 3, 6 മാസം ഒക്കെ പീരീഡ്സ് ഇല്ലാതെ ഇരിക്കുന്ന കുട്ടികളൊക്കെയാണ് ഇപ്പം വളരെയധികം കൂടി വരുന്നത് OP-യിലൊക്കെ. അപ്പം അവർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അടുത്തതായിട്ടുള്ളത് നമ്മളുടെ